സോ എനിക്ക് കഴിഞ്ഞ ആഴ്ച 2-3 മെയിൽസ് വന്നു, എന്താണ് പെബിൾസ് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട്. പെബിൾസ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് ഇൻഫർമേഷൻ മൺഡേ ടു ഫ്രൈഡേ 5 വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ് പെബിൾസിലുള്ളത്. സോ ഈ ഒരു കൺസെപ്റ്റ് മാത്രമുള്ള പെബിൾസിൽ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ക്രിട്ടിക്കലായിട്ടുള്ള ന്യൂസസിനെ രാവിലെ 8 മണിക്ക് ഷെയർ ചെയ്യുക എന്നുള്ള സങ്കല്പത്തിലാണ് പെബിൾസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പെബിൾസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ കൺസെപ്റ്റിൻ്റെ മെൻറ്റർഷിപ്പ് മെയ് മാസം 3-ാമത്തെ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുവാണ്. സാധാരണ മെൻറ്റർഷിപ്പ് 23 ഡേയ്സ് ആയെന്നുള്ളത് ഇനി മുതൽ 28 ഡേയ്സിലേക്ക് മാറി. കാര്യം ചില കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാനുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള സമയമെടുക്കും, അതിൻ്റെ ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് 28 ഡേയ്സിലേക്ക് മാറാനുള്ള കാരണം. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് ഇത് സ്വിംഗ് ട്രേഡിനെക്കാളും തൊട്ട് താഴെയുള്ള ട്രേഡാണ്. ബേസിക്കലി നമ്മൾ സെയിം ക്വാർട്ടറിൽ എൻട്രിയും എക്സിറ്റും പ്ലാൻ ചെയ്യുന്ന ട്രേഡാണ്. നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിക്കും, ടെക്നിക്കൽ അനാലിസിസ് പഠിക്കും, ബിഹേവിയർ പാറ്റേൺ പഠിക്കും. ഇത് മൂന്നുമാണ് ബേസിക്കലി 28 ഡേയ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓൺലൈൻ സെഷനാണ് ആൻഡ് ഡീറ്റെയിലിംഗ് ഓൺ റെയർ കൺസെപ്റ്റ്സ് ലൈക്ക് ഒഡീസി, റിലേറ്റീവ് സ്ട്രെങ്ത്, ഡൈവർജൻസസ്, ആംപിൾ എക്സസൈസും കൂടെ ചേർത്താണ് 28 ഡേയ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫോക്കസ് ഇൻ കൺസെപ്റ്റ്, ക്ലാരിറ്റി ആൻഡ് ആക്ഷൻ. 25/7 ആക്സസിബിലിറ്റി ഉണ്ട് ത്രൂ ഔട്ട് ദി കോഴ്സ് പീരീഡിൽ. സക്സസിന് നോട്ട് ഷോർട്ട് കട്ട്, നമ്മൾ പഠിച്ചേ മതിയാവുന്നതാണ് ഏറ്റവും വലിയ കാര്യം. താല്പര്യമുള്ളവർക്ക് തീർച്ചയായും prosif23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. മെയ് മാസം 3-ാമത്തെ ആഴ്ചയാണ് 28 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് നമ്മൾ ഷോർട്ട് സ്വിംഗ് ട്രേഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എല്ലാ കൊല്ലം കൂടി വരുന്ന ഒരു സെഗ്മെൻ്റ് ആണ് അല്ലേ. ഔട്ട് പെർഫോമിംഗ് ആയിട്ടുള്ള സെക്ടറാണ് ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറയുന്നത്. തീർച്ചയായും ആ ഒരു സെഗ്മെൻറ്റിൽ പ്ലേ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അസ്ട്ര മൈക്രോവേവ് എന്ന് പറയുന്ന കമ്പനി. അപ്പം അസ്ട്ര മൈക്രോവേവിനും അത് ലാർജ് ഓപ്പർച്യൂണിറ്റീസ് ടാപ്പ് ചെയ്യാനുള്ള അവസരമായിട്ടാണ് നമ്മൾ ഇത് കാണേണ്ടത്. കഴിഞ്ഞ മാസം കമ്പനി ഒരു ഹോളി ഓൺ സബ്സിഡറി അസ്ട്ര സ്പേസ് ടെക്നോളജി എന്ന് പറയുന്ന സബ്സിഡറി കമ്പനി സ്റ്റാർട്ട് ചെയ്തു ടു ഡിസൈൻ, ഡെവലപ്പ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സാറ്റലൈറ്റ്സ്, പേലോഡ്സ്, ലോഞ്ചിങ് ഓഫ് സാറ്റലൈറ്റ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടിയാണ് അവർ ഒരു പുതിയ കമ്പനി ലോഞ്ച് ചെയ്തത്. അസ്ട്രയുടെ ഓർഡർ ബുക്ക് ആസ് പെർ 31 ഡിസംബർ വെച്ച് നോക്കാൻ നേരത്തെ 1813 കോടിയാണ് ഓർഡർ ബുക്കിലുള്ളത്. ആൻഡ് അതിൻ്റെ 80% വരുന്നത് ഹെൽത്തി മാർജിൻ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ നിന്നാണ് വരുന്നത്. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അസ്ട്രയുടെ മാർജിൻ സ്റ്റഡി ആയിട്ട് നിൽക്കും. ഒരു മീഡിയം ടേം നോക്കാൻ നേരത്തെ 90 to 21% റേഞ്ചിൽ നിൽക്കാനുള്ള സാധ്യത കൊണ്ടാണ് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഫാക്ടറാണ് ഹെൽത്തി ഓർഡർ പൈപ്പ് ലൈനും എക്സലൻറ്റ് ജിയോഗ്രഫിക്കൽ മിക്സും ഉള്ളത്. സോ ഓൾറൗണ്ട് പെർഫോമൻസ് ആണ് അസ്ട്ര എന്ന് പറയുന്ന കമ്പനി കാഴ്ചവെച്ചത്. നമ്മളെ സംബന്ധിച്ച് എസ്പെഷ്യലി ഡിഫൻസ് സെക്ടർ ആയതുകൊണ്ട് തന്നെ, ഔട്ട് പെർഫോം ചെയ്യുന്ന സെക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു കമ്പനിക്ക് കയറിപ്പോണെങ്കിൽ സെക്ടർ ഔട്ട് പെർഫോമൻസ് അത്യാവശ്യമാണ്. കമ്പനിയുടെ ഓർഡർ ഇൻ ഹാൻഡ് കൂടെ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ക്ലിപ്പ് ചെയ്താൽ തീർച്ചയായും നമുക്ക് എന്താ പറയുക, കമ്പനിയിൽ നിന്ന് കൂടുതലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. പ്രൊവൈഡഡ് കണ്ടീഷൻ സ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ള വലിയൊരു ഫാക്ടറാണ് അതിൻ്റെ അകത്തുള്ളത്. രണ്ടാമത്തെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കമ്പനി ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഈ കമ്പനിയിൽ കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. സോ ഹ്യൂജ് ഗ്രോത്ത് പ്ലാൻസ് ഇൻ ദിസ് കമ്പനി എന്നുള്ളതാണ് ഹെഡിങ്. ബേസിക്കലി കമ്പനിയുടെ പേര് GPPL ആണ്. GPPLന്റെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അവർ ഗുജറാത്ത് മാരിടൈം ബോർഡുമായിട്ട് അവർ പാർട്ട്ണർ ചെയ്ത ഒരു എഗ്രിമെൻറ്റ് അവർ സൈൻ ചെയ്തിട്ടുണ്ട് വൈബ്രന്റ് ഗ്ലോബൽ സമ്മിറ്റിൽ. ഈ എഗ്രിമെൻറ്റ് ശരിക്കും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ they are trying to obtain approvals for construction facilities for liquid and container storage in the construction facility, container handling equipment and ബാക്കിയുള്ള എന്താ പറയണ്ടേ അതർ മറൈൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് പിപ്പ പോർട്ടിൽ. ഈ ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് വന്നിട്ട് 3,320 കോടിയാണ്. സോ ഹ്യൂജ് ഡെവലപ്മെൻറ്റാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ APM ടെർമിനൽസ്, അവരാണ് GPPLന്റെ പ്രൊമോട്ടർ. അവർ വെൽസ്പൺ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് എന്താ പറയണ്ടേ, ദേ ആർ ഇൻ ദി പ്രോസസ് ഓഫ് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഫെസിലിറ്റി ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ അറ്റ് ദി പോർട്ട്. ഇത് രണ്ടും നടന്നു കഴിഞ്ഞാൽ GPPLനെ സംബന്ധിച്ച് ഹ്യൂജ് ഒരു എന്താ പറയണ്ട ഒരു കാൽവെപ്പായിട്ട് നമുക്ക് എടുക്കാൻ തീർച്ചയായും സാധിക്കും. അതുപോലെ തന്നെ കോർ സെക്ടറിൻ്റെ റിസൾട്ട് വന്നു. സോ കോർ സെക്ടർ ബേസ്ഡ് ഓൺ ഫെബ്രുവരി മാസം നമ്മൾ നോക്കാൻ നേരത്ത് ഓൾറൗണ്ട് പെർഫോമൻസ് ആണ് കോർ സെക്ടർ കാഴ്ചവെച്ചിരിക്കുന്നത്. ഔട്ട് ഓഫ് 8 സെക്ടറിൽ 6 സെക്ടറും എക്സലൻറ്റ് ഗ്രോത്ത് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഡൗൺ ആയപ്പോൾ 2 സെക്ടർ, ഒന്ന് ഫെർട്ടിലൈസറും ഒന്ന് മൈൽഡ് ഡീഗ്രോത്ത്. സ്റ്റീൽ ഔട്ട്പുട്ടിൽ മൈൽഡ് ഡീഗ്രോത്ത് വന്നിട്ടുണ്ട്. ഫെർട്ടിലൈസറിൻ്റെ കാര്യത്തിൽ ബേസിക്കലി ഹാർവസ്റ്റ് സീസണാണ്, അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസർ ഡിമാൻഡ് കമ്പാരിറ്റീവ്ലി കുറവുള്ള സീസണാണിത്. ആൻഡ് ഇങ്ങനെ പോവാണ് നമ്മൾ IAP ഗ്രോത്ത് 4 to 5% നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗ്രോത്ത് ഇൻ LCT വന്നിട്ട് 6.3% ആണ്. ഔട്ട് പെർഫോം ചെയ്ത ടോപ്പ് 3
മൂന്ന് സെക്ടർ എന്ന് പറയുന്നത്, ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കൊടുത്ത മൂന്ന് സെക്ടർ എന്ന് പറയുന്നത് കോളും സിമെൻറ്റും നാച്ചുറൽ ഗ്യാസുമാണ്. ദാറ്റ്സ് ഫെൻറ്റാസ്റ്റിക് ഗ്രോത്ത് ആണ് ഈ മൂന്ന് സെക്ടറും ഫെബ്രുവരി ഡേറ്റ വെച്ച് കാണിച്ചിരിക്കുന്നത്, കോളും സിമെൻറ്റും നാച്ചുറൽ ഗ്യാസും. തീർച്ചയായും ഈ സെക്ടറിലെ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായും പഠിക്കാനുള്ള അവസരമാണ്. കമ്പനിയുടെ ഗ്രോത്തിനെ കുറിച്ച്, കമ്പനിയുടെ പ്ലാൻസിനെ കുറിച്ച് തീർച്ചയായും ഇൻവെസ്റ്റർ പ്രസന്റേഷൻ പഠിക്കുക, ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്താൽ അതിൻ്റെ ആയിട്ടുള്ള പ്ലസ് പോയിന്റ് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് കുറച്ച് ഫിനാൻഷ്യൽ ഇൻപുട്സ് ആണ്. നമ്മൾ വീണ്ടും ടാറ്റ ഇൻവെസ്റ്റ് കോർപ്പറേഷൻ്റെ ഷെയർ വീണ്ടും കഴിഞ്ഞ 2 ദിവസമായിട്ട് 5% അപ്പർ സപ്പോർട്ട് ഹിറ്റ് ചെയ്തു. അതിൻ്റെ കാരണം പറയുന്നത് ടാറ്റയിൽ നിന്നും അടുത്ത കാലത്ത് നെക്സ്റ്റ് 2 to 3 ഇയേഴ്സിനുള്ളിൽ സീരീസ് ഓഫ് ഇനിഷ്യൽ IPOs വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബേസിക്കലി ടാറ്റ ഓട്ടോകോം സിസ്റ്റംസിൻ്റെ ഉണ്ട്, ടാറ്റ പാസഞ്ചർ ഇലക്ട്രിസിറ്റി മൊബിലിറ്റിയുടെ ഉണ്ട്, ബിഗ് ബാസ്ക്കറ്റിൻ്റെ ഉണ്ട്, ടാറ്റ ഡിജിറ്റലുണ്ട്, ടാറ്റ ഇലക്ട്രോണിക്സ് ഉണ്ട്, ടാറ്റ ഹൗസിംഗ് ഉണ്ട്, ടാറ്റ ബാറ്ററീസ് ഉണ്ട്. ഇതൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടാറ്റ ഇൻവെസ്റ്റിൻ്റെ ഷെയറിന് കഴിഞ്ഞ തേഴ്സ്ഡേയും വെനിസ്ഡേ എടുത്താൽ രണ്ടും ശരിക്കും യൂസിലാണ് ക്ലോസ് ചെയ്തത്. സോ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് ബേസിക്കലി ടാറ്റ സെൻസിന്റെ സബ്സിഡറിയാണ്. ഈ ടാറ്റ ഇൻവെസ്റ്റിൽ ടാറ്റ സെൻസിനും മറ്റുള്ള ഗ്രൂപ്പ് ഫേംസിനും കൂടെ കളക്റ്റീവ്ലി 73.38% അവർക്ക് ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. കുറച്ച് ഫിനാൻഷ്യൽ ഇൻപുട്സ് ആണ്. RVNL സാൽസ ടെക്നോളജി ജോയിന്റ് വെഞ്ചർ ലോവസ്റ്റ് ബിഡർ ആണ് ഫോർ 7.15 ബില്യൺ പ്രൊജക്ടിൻ്റെ. മാക്രോക്രെഡിറ്റ് ഡെവലപ്പേഴ്സ് അവർ 250 കോടി കൊടുത്തൊരു പുതിയ റിയാലിറ്റി കമ്പനി മേടിക്കുകയാണ്. അതുപോലെ തന്നെ കർണാടക ബാങ്കും ICICI ലൊമ്പാനും കൂടെ ചേർന്ന് ഒരു ജനറൽ ഇൻഷുറൻസ് പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഐസ്ക്രീം സെയിൽസ് നമ്മൾ ഈ സമ്മറിൽ 20% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഐസ്ക്രീം സെയിൽസിന് സൊമാറ്റോയ്ക്ക് ഒരു ടാക്സ് ഡിമാൻഡ് കിട്ടിയിട്ടുണ്ട്, 23.26 crores. സുസ്ലോൺ എനർജിക്ക് ബേസിക്കലി ടാക്സ് അതോറിറ്റി പെനാൽറ്റി 260 കോടിയുടെ പെനാൽറ്റി കിട്ടിയിട്ടുണ്ട്. HALന് 1273 കോടിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇൻഫോസിസ് വല്ല +2s ആണ്. ഇൻഫോസിനെ സംബന്ധിച്ച് അവർക്ക് IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 6329 കോടിയുടെ IT റീഫണ്ടാണ് അവർക്ക് കൺഫർമേഷൻ വന്നിരിക്കുന്നത്. പ്രാവേഗിൻ്റെ എക്സ്ക്ലൂസീവ് സഫാരി റിസോർട്ട് അവർ ഗുജറാത്തിൽ അവർ ലോഞ്ച് ചെയ്തു. പ്രാവേഗിൻ്റെ പ്രൊമോട്ടർ 15,000 സ്റ്റോക്കുകളുടെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്.